ഹലോ എവരി വൺ, എല്ലാവർക്കും ടസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇനി വരുന്ന സെറ്റ് എക്സാമിന് നമുക്ക് 3 മാസമാണ് പഠിക്കാനുള്ളത്. 3 മാസം കൊണ്ട് നമുക്ക് സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുമോ? ഷുവറായിട്ടും സെറ്റ് മാത്തമാറ്റിക്സ് എക്സാമിന് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നല്ല സ്കോർ നേടുവാനായിട്ട് 3 മാസം ധാരാളം. എങ്ങനെ നമുക്ക് 3 മാസം കൊണ്ട് നമ്മുടെ ടോപ്പിക്സ് കവർ ചെയ്യാം, നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കാം, ഈ 3 മാസം നമുക്ക് ഏതെല്ലാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യങ്ങൾ, എത്ര ദിവസം നമുക്ക് ഓരോന്നിനും വേണ്ടി മാറ്റി വെക്കേണ്ടി വരും, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും ചെയ്യുവാനായിട്ട് നമുക്ക് എത്ര ദിവസം വേണ്ടി വരും, ഇങ്ങനെയുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് പഠിക്കുന്നതിന് മുന്നേ തന്നെ കിട്ടുകയാണെങ്കിൽ പഠിക്കാനായിട്ട്, അല്ലെങ്കിൽ അതൊരു നമുക്ക് എന്താണ് ഒരു പാത്ത് നമുക്ക് കിട്ടും അല്ലേ. നമുക്ക് ഏത് ഡയറക്ഷനിൽ പഠിക്കണം, എങ്ങനെ പോയാൽ നമുക്ക് 3 മാസം കൊണ്ട് പഠനം തീർക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ നല്ല സ്കോർ നേടാനായിട്ട് സാധിക്കും എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരുവാനാണ് ടോസ് അക്കാഡമിയിൽ നിന്ന് എത്തിയിരിക്കുന്നത്. ഓക്കെ, നമുക്ക് 3 മാസത്തെ ഒരു സ്റ്റഡി പ്ലാൻ നോക്കാം. നമുക്കറിയാം ഈ തവണത്തെ സെറ്റ് എക്സാം അല്ലെങ്കിൽ വരുന്ന HSST നോട്ടിഫിക്കേഷൻ നമ്മൾ ഏകദേശം 2026 ഏപ്രിലോടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. നമുക്ക് വരുന്ന സെറ്റ് എക്സാം മാക്സിമം നമ്മൾ അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. സെറ്റ് എക്സാമിന്റെ ക്രാഷ് ബാച്ചും നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ടോസ് അക്കാഡമിയിൽ. അടുത്ത സെറ്റ് എക്സാം നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിച്ചാൽ ഒരുപക്ഷെ നമുക്ക് നല്ലൊരു സാലറി സ്കെയിലുള്ള ജോബായിട്ടുള്ള HSST ജോബിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്ക് നോക്കാം 3 മാസം, അതായത് 90 ദിവസം കൊണ്ട് നമുക്ക് എങ്ങനെ പഠിക്കാം. ഇങ്ങനെയാണ് നമ്മൾ ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് ആദ്യം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ആദ്യത്തെ 16 ദിവസം, അതായത് നമ്മൾ സെലക്ട് ചെയ്യുന്നത് 4 പേപ്പറുകളാണ്. 4 പേപ്പറുകൾ നമുക്ക് ധാരാളം. നമുക്ക് ഒരു പേപ്പറിൽ നിന്ന് നമുക്കൊരു 13 അല്ലെങ്കിൽ 14 ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ല. 13-14 ക്വസ്റ്റ്യൻസിൽ നമുക്കൊരു 10 ക്വസ്റ്റ്യൻ ഓരോ പേപ്പറിൽ നിന്നും അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പേപ്പറിൽ നിന്ന് തന്നെ നമുക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും? 15 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, 10 ക്വസ്റ്റ്യൻ കറക്റ്റ് ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ കയ്യിൽ 4 പേപ്പറുകൾ ഉണ്ടെങ്കിൽ ഒരു പേപ്പറിൽ നിന്ന് 15 കിട്ടിയാൽ 4 പേപ്പറിൽ നിന്ന് നമുക്ക് ഷുവറായിട്ടും 60 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അവർ തരുന്ന ക്വസ്റ്റ്യൻസിൽ ഒരു 4 എണ്ണം മാറ്റി നിർത്തിയാൽ തന്നെ നമുക്ക് 60 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് 4 പേപ്പറുകൾ സെലക്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കാം. നമ്മൾ സെലക്ട് ചെയ്ത് തരുന്ന പേപ്പേഴ്സ് ഇത്രയുമാണ്: റിയൽ ആൻഡ് കോംപ്ലക്സ് അനാലിസിസ്, അബ്സ്ട്രാക്ട് ഓൾജിബ്ര, ലീനിയർ ഓൾജിബ്ര ആൻഡ് ഫണ്ടമെന്റൽ കൺസെപ്റ്റ്. ഓരോ പേപ്പറിനും നമ്മൾ 4 days വീതമാണ് മാറ്റിവെക്കുന്നത്. ആദ്യത്തെ 4 ദിവസം നമ്മൾ റിയൽ അനാലിസിസിന് വേണ്ടി മാറ്റിവെക്കുന്നു. നെക്സ്റ്റ് 4 ദിവസം നമ്മൾ അബ്സ്ട്രാക്ട് ഓൾജിബ്രയ്ക്ക് മാറ്റിവെക്കുന്നു. അടുത്ത 4 ദിവസം ലീനിയർ ഓൾജിബ്രയ്ക്ക് മാറ്റിവെക്കുന്നു. അടുത്ത 4 ദിവസം നമ്മൾ ഫണ്ടമെന്റൽ കൺസെപ്റ്റിന് വേണ്ടി മാറ്റിവെക്കുന്നു. ഈ ദിവസങ്ങളിൽ നമുക്ക് ചിലപ്പോൾ ഒരു കൺസെപ്റ്റും അറിയില്ലാത്തവർ, അല്ലെങ്കിൽ ഒരുപാട് PGക്ക് ശേഷം ഒരുപാട് ഗ്യാപ്പ് വന്നിരിക്കുന്നവരൊക്കെ ആയിരിക്കും അല്ലെ, എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടായിരിക്കും അല്ലെ. നമുക്ക് തിയറി കൺസെപ്റ്റുകൾ ഒന്നും തന്നെ അറിയേണ്ടാവില്ല, ഒരു ഡെഫിനേഷൻസും ഓർമ്മയുണ്ടാവില്ല. അത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കുവാൻ വേണ്ടി മാത്രമാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ആദ്യത്തെ 16 ദിവസം, അതായത് ആദ്യത്തെ 4 ദിവസങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് അറിയില്ലാത്തതും അല്ലെങ്കിൽ നമുക്ക് പഠിച്ചെടുക്കേണ്ടതുമായ തിയറി ഡെഫിനേഷൻസ്, മെയിനായിട്ടും ഡെഫിനേഷൻസ് വിത്ത് എക്സാമ്പിൾസ് ഒക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ, കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യത്തെ 16 ദിവസം ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്തത് എന്താണെന്ന് നോക്കാം. നമുക്കറിയാം നമ്മുടെ സിലബസ് റിവൈസ്ഡ് ആയിരിക്കുന്നത് 2016 മുതലാണ് അല്ലേ. 2016 മുതൽ 2025 വരെയുള്ള എക്സാമുകളിൽ നിന്ന് നമുക്ക് ടോട്ടൽ 18 PYQs അവൈലബിൾ ആണ്. PYQസിന്റെ പഠനമാണ് സെറ്റിനെ സംബന്ധിച്ച് ഏറ്റവും മെയിൻ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 18 PYQs നമ്മൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെറ്റിന്റെ ആൾമോസ്റ്റ് നമ്മുടെ സ്റ്റഡി കംപ്ലീറ്റ് ആയി എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. നമ്മൾ അടുത്ത ദിവസങ്ങൾ, അതായത് അടുത്ത 68 ദിവസങ്ങളാണ് നമ്മൾ മാറ്റിവെക്കാൻ പോകുന്നത്. ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനും 17 ക്വസ്റ്റ്യൻ പേപ്പറേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ഏറ്റവും ലാസ്റ്റ് നടന്ന 2025 ജൂലൈയിലെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എടുക്കുന്നില്ല ഇപ്പോൾ, അത് നമ്മളവിടെ മാറ്റി വെച്ചേക്കുവാണ്. ബാക്കിയുള്ള 2025 ജനുവരി വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അത്രയും നമുക്ക് 17 എണ്ണമുണ്ട്. ഈ 17 എണ്ണം ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിനും നമ്മൾ 4 ദിവസം വീതമാണ് മാറ്റി വെച്ചിരിക്കുന്നത്. നമുക്ക്
68 ദിവസം നമ്മൾ PYQs പഠിക്കാൻ വേണ്ടി മാറ്റി വെച്ചേക്കാണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമുക്കറിയാം ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്? 80 ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലെ? 80 ക്വസ്റ്റ്യൻ നമ്മൾ പഠിക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ പഠിക്കുന്നത് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന 4 പേപ്പറുകളിലെ ക്വസ്റ്റ്യൻസ് മാത്രമാണ് അല്ലെ? ഏകദേശം നമുക്കൊരു 50-55 ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും ഈ ഒരു 4 പേപ്പറുകളിൽ നിന്ന്. ഓക്കെ, അപ്പോൾ ഈ 4 പേപ്പറുകളിൽ നിന്നുള്ള ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും 50 അല്ലെങ്കിൽ 55ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇനിയുള്ള 4 ദിവസങ്ങൾ. ഓക്കെ, സോ 4 ദിവസങ്ങൾ ധാരാളമാണോ? അത്യാവശ്യം നമുക്ക് പഠിക്കാനുള്ള ടൈമൊക്കെ ഉണ്ടാകും. ഓരോ ക്വസ്റ്റ്യൻസും വായിക്കാനും അതിന് കറസ്പോണ്ടിങ് റിസൾട്ടുകൾ നോട്ട് ചെയ്യാനും, റിസൾട്ടുകളെല്ലാം നമ്മൾ സെപ്പറേറ്റ് പേപ്പറിൽ നോട്ട് ചെയ്ത് വയ്ക്കുക. കാരണം നമുക്ക് ലാസ്റ്റ് റിവിഷൻ ആവശ്യമുള്ളതാണ്. ദെൻ അതുമായിട്ട് കൺസെപ്റ്റ് നമുക്ക് അറിയില്ലാത്ത തിയറി എന്തെങ്കിലും കൺസെപ്റ്റുകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് നോട്ട് ചെയ്ത് വയ്ക്കാം. അങ്ങനെയാണ് നമ്മൾ ഓരോ ക്വസ്റ്റ്യനും പഠിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് 50 ക്വസ്റ്റ്യനോ 55 ക്വസ്റ്റ്യനോ പഠിക്കാനായിട്ട് 4 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഒരു ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസർ മാർക്ക് ചെയ്ത് പോവുകയല്ല ചെയ്യുന്നത്. കറസ്പോണ്ടിങ് തിയറി കൂടി നമ്മൾ അതിൻ്റെ ഒപ്പം പഠിച്ചാണ് പോകുന്നത്. ഓക്കെ, ഇതിനകത്ത് മാർക്ക് ചെയ്തിരിക്കുന്നത് നമ്മൾ ഈ പോർഷൻസിൽ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെയും കോഡാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് കേട്ടോ. 16/121 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2016 ജനുവരിയിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ. 16/621, 16/6 നടന്നത്, 17/1 നടന്നത്, 17/8 നടന്നത്, അങ്ങനെ 25/1 നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ വരെയും നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നോട്ട് ചെയ്ത് അത്രയും നമ്മുടെ സെലക്ട് ചെയ്തിരിക്കുന്ന പേപ്പേഴ്സിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ സെലക്ട് ചെയ്ത് പഠിക്കും. ആ ഓരോ ക്വസ്റ്റ്യൻസും എടുത്തു കഴിയുമ്പോൾ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോർമുല, അതിൻ്റെ തിയറി എല്ലാം നോട്ട് ചെയ്ത് നമ്മൾ സ്വന്തമായിട്ട് പ്രോബ്ലം സോൾവ് ചെയ്തിട്ടായിരിക്കും പഠിക്കുക എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. ഒരുപക്ഷെ നമുക്കൊരു ദിവസം 10 മുതൽ ഒരു 15 വരെയുള്ള ക്വസ്റ്റ്യൻസേ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, സോ ചിലപ്പോൾ 15 താഴെ ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത്രയും മതി. പഠിക്കുന്ന കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ദെൻ ലാസ്റ്റ് ദിവസമാണ്. ലാസ്റ്റ് 3 ഡേയ്സ് നമ്മൾ റിവിഷന് വേണ്ടി മാറ്റി വയ്ക്കുകയാണ്. എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് റിവൈസ് ചെയ്യാനുണ്ട്? നമ്മൾ ഇത്രയും PYQs പഠിച്ചപ്പോൾ അതിന് എഴുതി വെച്ചിരിക്കുന്ന സെപ്പറേറ്റ് നോട്ട് ഉണ്ട് അല്ലേ? ഈ നോട്ടിലുള്ള ഫോർമുലാസ് എല്ലാം തന്നെ ഒന്നും നമുക്ക് ഓർമ്മയുണ്ടാവില്ല. നമ്മൾ ആദ്യത്തെ ദിവസങ്ങളിൽ പഠിച്ച ഫോർമുലാസ് എല്ലാം റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടാവും കേട്ടോ. പല ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടാകും. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും. അതെല്ലാം റിപ്പീറ്റ് ചെയ്യാത്ത കാര്യങ്ങളും കുറേ കൺസെപ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതെല്ലാം ഒന്ന് റിവിഷന് വേണ്ടിയിട്ട് 3 ദിവസമാണ് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഈ 3 ദിവസം നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന നോട്ട് ഫുൾ റിവൈസ് ചെയ്യുക. പഠിക്കാനുണ്ടെങ്കിലും എക്സ്ട്രാ കാര്യങ്ങളുണ്ടെങ്കിൽ അത് പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡേ, ഇനി നമുക്ക് ആകെ 2 ദിവസമേ ഉള്ളൂ. 2 ദിവസത്തിൽ നെക്സ്റ്റ് ഡേ നമ്മൾ ചെയ്യുന്നത് ലാസ്റ്റ് 2025 ജൂലൈയിൽ നടന്ന ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ സ്വന്തമായിട്ട് ഒന്നും റെഫർ ചെയ്യാണ്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് നോക്കുക. അങ്ങനെ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ നിലവാരം എത്രത്തോളം ഉണ്ട് എന്നുള്ളതും എവിടം വരെ നമ്മൾ പഠിച്ചെത്തി എന്നുള്ളതും നിങ്ങൾക്ക് ക്ലിയർ ആകും. സോ 25/721 2025 ജൂലൈയിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. ഒരു ദിവസം ഇരുന്ന് നിങ്ങളത് ഫുള്ളായിട്ട് വർക്കൗട്ട് ചെയ്യുക. ആ ഒരു ടൈം ലിമിറ്റ് വെച്ചിട്ട് തന്നെ നിങ്ങളത് വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ എന്നാൽ മാത്രമാണ് നമുക്ക് എക്സാമിൻ്റെ ടൈം ക്രാക്ക് ചെയ്യാനൊക്കെ സാധിക്കുകയുള്ളൂ. നമ്മൾ പഠിക്കാത്ത പേപ്പറുകളിലൊന്നും അറ്റൻഡ് ചെയ്യണമെന്നില്ല. പഠിച്ച പേപ്പറുകൾ മാത്രം നോക്കുക. നെഗറ്റീവ് ഇല്ല എന്നുള്ളത് ഓർക്കുക. സോ പഠിക്കാത്ത പേപ്പറുകളിലെയും നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും അബദ്ധം പറ്റി കിട്ടിയാലും നമുക്ക് അവിടെയും സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു ടൈം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം. നമ്മൾ പഠിച്ച കാര്യങ്ങൾ എത്രയും വേഗം സെലക്ട് ചെയ്ത് ചെയ്യാനുള്ള ഒരു മൈൻഡ് നമുക്കുണ്ടാകണം. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ഡേ നമ്മൾ ചെയ്യാൻ പോകുന്നത് ലാസ്റ്റ് റിവിഷനാണ്. സോ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ ഒരു പക്ഷേ നമ്മൾ പഠിച്ചതെല്ലാം തന്നെ ഒന്നും ആയിരിക്കണമെന്നില്ല അല്ലേ? അപ്പം നമ്മൾ പഠിക്കാത്ത എന്തെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ അതിനകത്ത് എക്സ്ട്രാ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പഠിക്കാനും, നമുക്ക് ഓർമ്മ വരാതിരുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിവിഷനും വേണ്ടിയിട്ടാണ് നമ്മൾ തലേ ദിവസം മാറ്റി വെച്ചിരിക്കുന്നത് റിവിഷൻ 2. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഒരു സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എന്താ ചെയ്തത്? ആദ്യത്തെ 16 ദിവസം ഓരോ പേപ്പറിനും 4 ദിവസം വീതം 4 പേപ്പറുകൾ പഠിച്ചു. ദെൻ നെക്സ്റ്റ് വരുന്ന 68 ദിവസം ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിനും 4 ദിവസം വീതം 17 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പഠിച്ചു. ദെൻ അടുത്ത 3 ദിവസം നമ്മൾ റിവിഷൻ ചെയ്തു. ദെൻ നെക്സ്റ്റ് ഡേ നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തു. ദെൻ ലാസ്റ്റ് ഡേ നമ്മൾ എന്ത് ചെയ്തു? ലാസ്റ്റ് റിവിഷനും ചെയ്തു. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് നോക്കാം
ഓരോ പേപ്പറിൽ നമ്മുടെ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിൽ നമ്മുടെ സിലബസ് അനാലിസിസ് വീഡിയോയും അതുപോലെ തന്നെ പല വീഡിയോസും നമുക്ക് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുന്ന റിസൾട്ടുകൾ ഇൻക്ലൂഡിംഗ് ആയിട്ടുള്ള പല വീഡിയോസും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ സിലബസ് ഫുള്ളായിട്ട് ഇവിടെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും നിങ്ങൾക്ക് ഈ ആദ്യത്തെ 16 ദിവസം നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ നോട്ട് ചെയ്യണമെന്ന് മാത്രം പറയാം. ഓരോ പേപ്പറിന് നമ്മൾ 4 ദിവസം മാറ്റി വെച്ചിരിക്കുന്ന ആ 4 ദിവസം നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വച്ചാലായിരിക്കും പിന്നീട് PYQs നിങ്ങൾക്ക് നോക്കുമ്പോൾ ഹെൽപ്ഫുൾ ആകുന്നത് എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. റിയൽ ആൻഡ് കോംപ്ലക്സ് അനാലിസിസ് എടുക്കാം. അതിനകത്ത് ലിമിറ്റ് ഓഫ് സീക്വൻസ് നോക്കുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ടും -1/n, n/1/n, അതുപോലെ തന്നെ നമ്മുടെ sin x/x ഫങ്ഷൻസിലോട്ട് വരുമ്പോൾ, അതുപോലെ തന്നെ tan x/x, ദെൻ e⁻1/x. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെയുള്ള ലിമിറ്റുകൾ കേട്ടോ, കുറച്ച് എക്സാമ്പിൾ പറഞ്ഞോളൂ. n⁴ ഡിവൈഡഡ് ബൈ 2n, ഇത്തരത്തിലുള്ള ലിമിറ്റുകൾ എന്താണ് ഇനിയുണ്ട് കേട്ടോ. സോ ലിമിറ്റുകൾ റിലേറ്റഡ് ആയിട്ട് സീക്വൻസ് ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഫങ്ഷൻസ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് കിട്ടാവുന്ന എല്ലാ ഫോർമുലകളും ഇതുപോലെയുള്ളത് നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കുക. ഒരു പക്ഷേ നമുക്ക് ഡയറക്റ്റ് ഇത്തരത്തിലുള്ള ഫോർമുലാസ് തന്നെ നമ്മളോട് PYQs ചോദിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡേ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം? സീരീസ് എടുക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ടത് സീരീസുകളുടെ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ടെസ്റ്റുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ കമ്പാരിസൺ ടെസ്റ്റ് നോക്കണം. ഓക്കെ, കമ്പാരിസൺ ടെസ്റ്റ് അതുപോലെ തന്നെ ലിമിറ്റ് കമ്പാരിസൺ, ഈ രണ്ടെണ്ണം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെസ്റ്റുകളാണ്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കേണ്ടത് റേഷ്യോ ടെസ്റ്റ്, അതുപോലെ റൂട്ട് ടെസ്റ്റ്, അങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. റാബീസ് ടെസ്റ്റ്, ഇപ്പോൾ വലിയ ടെസ്റ്റുകളിലേക്ക് ഡെഫിനീഷൻസ്. ഓക്കെ, അപ്പം അങ്ങനെ നമുക്ക് അറിയാവുന്ന ഇനിയുണ്ട് കേട്ടോ. സോ ഇങ്ങനെയുള്ള ടെസ്റ്റുകളെല്ലാം നോട്ട് ചെയ്ത് വയ്ക്കുക. ഈ ടെസ്റ്റുകളൊക്കെ ചിലപ്പോൾ നമ്മളോട് ഡയറക്റ്റും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഈ ടെസ്റ്റുകൾ എന്താണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ ഒരു പ്രോബ്ലം കിട്ടുമ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ടെസ്റ്റുകൾ അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് തോന്നും. ഓക്കെ, ദെൻ അടുത്തത് കണ്ടിന്യൂറ്റിയും ഡിഫറൻഷ്യബിലിറ്റിയും നമുക്ക് ഒരുമിച്ച് നോക്കാം. കണ്ടിന്യൂറ്റിയുടെയും ഡിഫറൻഷ്യബിലിറ്റിയുടെയും ജസ്റ്റ് ഡെഫിനേഷൻ ഒന്ന് നോക്കുക. റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും തിയറംസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കി നോട്ട് ചെയ്യുക. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് നമുക്ക് sin 1/x, അതുപോലെ x sin 1/x, x² sin 1/x, ഇങ്ങനെയുള്ള ഫങ്ഷൻസ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഫങ്ഷൻസിന്റെ കാര്യങ്ങൾ നമ്മളോട് മിക്കവാറും ചോദിക്കാറുള്ളത്. അപ്പൊ ഇതിന്റെ കണ്ടിന്യൂറ്റിയും ഡിഫറൻഷ്യബിലിറ്റിയും എങ്ങനെയായിരിക്കും എന്നുള്ളത് നോക്കാം. ഓക്കെ, ഇതിനടുത്തത് സീക്വൻസ് ആൻഡ് സീരീസ് ഓഫ് ഫങ്ഷൻസ് ആണ്. അതിന്റെ ജസ്റ്റ് എങ്ങനെയാണ് അതിന്റെ കൺവേർജൻസ് വരിക എന്നുള്ളത്, അതിന്റെ ജസ്റ്റ് നമ്മുടെ റിസൾട്ടുകൾ മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. റിസൾട്ടുകൾ മാത്രം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. നമ്മൾ PYQസിലുള്ള പ്രോബ്ലംസ് മാത്രമേ അതിന്റെ പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ദെൻ മെഷർ തിയറി നോക്കുമ്പോൾ മെഷർ തിയറി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അതിന്റെ തിയറംസ്, മെഷറിന്റെ ഒരു ടെക്സ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് അവൈലബിൾ ആകുന്ന തിയറംസ്. ഇനിയിപ്പോൾ നമ്മൾ അങ്ങനെ നോക്കിയില്ലെങ്കിൽ കൂടി നമ്മൾ PYQസിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടുകൾ തിയറംസ് എല്ലാം നോട്ട് ചെയ്ത് വെക്കുക. ഡയറക്ഷണൽ ഡെറിവേറ്റീവിന്റെ ഡെഫിനേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയും നോക്കുക. കോംപ്ലക്സ് നമ്പേഴ്സിലെ എല്ലാ പ്രോപ്പർട്ടീസും, മോഡുലസ് എങ്ങനെ കാണാം, കോഞ്ചുഗേറ്റ് എങ്ങനെ കാണാം, ദെൻ എന്താണ് ആർഗ്യുമെന്റ് എങ്ങനെ കാണാം, എന്താണ് പോളാർ ഫോം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാ പ്രോപ്പർട്ടീസും പഠിച്ചു വെക്കുക. ദെൻ അതുപോലെ തന്നെ ഇപ്പോൾ മോഡുലസ് ഓഫ് Z1 - 2 = 3 എന്ന് പറയുന്നത് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? ഇതൊരു സർക്കിളിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പൊ റെപ്രസെന്റേഷൻ ഓഫ് സർക്കിള്, എലിപ്സ് ഒക്കെ, അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ, അതൊക്കെ നമ്മുടെ ഒരു ജോമെട്രിക്കൽ റെപ്രസെന്റേഷനിൽ ഏത് ഫോമിലായിരിക്കും, അങ്ങനെയുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ നന്നായിരിക്കും. ദെൻ റൂട്ട്സ് ഓഫ് യൂണിറ്റി, nth റൂട്ട് ഓഫ് യൂണിറ്റിയും അതിന്റെ പ്രോപ്പർട്ടീസ് കാര്യങ്ങളെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്താണ് ഹാർമോണിക് ഫംഗ്ഷൻ, ലാപ്ലേസ് ഇക്വേഷൻ നോട്ട് ചെയ്ത് വെക്കുക. ഹാർമോണിക് കോഞ്ചുഗേറ്റും CR ഇക്വേഷൻസും എങ്ങനെ ഹാർമോണിക് കോഞ്ചുഗേറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഡെഫിനേഷൻ നോക്കി വെച്ചാൽ മതി. PYQല് നമുക്ക് അതിന്റെ പ്രോബ്ലം ഉണ്ടാവും. അനലറ്റിക് ഫംഗ്ഷൻ ആണോ എന്നുള്ളത് എങ്ങനെ ചെക്ക് ചെയ്യാം?
സിംഗുലാരിറ്റീസ് എത്ര ടൈപ്സ് ഉണ്ട്, സീറോസ് എന്താണ്, സിംഗുലാരിറ്റീസ് എങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം, ഡെഫിനേഷൻ നോക്കിയാൽ മതി. ലിമിറ്റിന്റെ ഡെഫിനേഷനോ അല്ലെങ്കിൽ അതിന്റെ ലോറൻസ് സീരീസ് വെച്ചിട്ട് കണ്ടുപിടിക്കുന്ന ഡെഫിനേഷനോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പവർ സീരീസ് എന്താണെന്നും അതിന്റെ റേഡിയസ് ഓഫ് കൺവെർജൻസിന്റെ ഫോർമുല 2 ഉണ്ട്, അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. റെസിഡ്യൂ കണ്ടുപിടിക്കാനുള്ള എല്ലാ ഫോർമുലകളും, കോംപ്ലക്സ് ഇന്റഗ്രേഷന്റെ എല്ലാ ഫോർമുലകളും പഠിക്കുക. ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട, നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ക്വസ്റ്റ്യന്റെ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ ഒന്ന് നോക്കിയാലും മതി. അല്ലെങ്കിൽ e⁻⁻z, അതുപോലെ തന്നെ sin 1/z, അങ്ങനെയൊക്കെയുള്ള ഫംഗ്ഷൻസ് ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ ഒന്ന് എന്താണെന്നുള്ളത് പഠിച്ചിരുന്നാൽ മതി. അപ്പം അതിൻ്റെ സീരീസ് എക്സ്പാൻഷനിൽ നിന്ന് തന്നെ നമുക്ക് അതിൻ്റെ ലോറൻസ് സീരീസും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം അത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പം റിയലിൻ്റെ ആ 4 ദിവസം കൊണ്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് PYQs എടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ കുറേയധികം കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ട് PYQs എടുത്ത ഒരു എഫക്റ്റ് നമുക്ക് ഉണ്ടാവും. പിന്നെ നമുക്ക് PYQസിലെ പ്രോബ്ലംസ് നോക്കിയാൽ മതി. ആ പ്രോബ്ലംസ് എല്ലാം നിങ്ങൾക്ക് അറിയാം, നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പല കാര്യങ്ങളും റിപ്പീറ്റഡ് ആണ്. അപ്പൊ നമുക്ക് പലതിനും റിവിഷൻ അപ്പോൾ തന്നെ നമുക്ക് കിട്ടിക്കോളൂ കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. അടുത്തത് ലീനിയർ ഓൾജിബ്ര എടുക്കാം. ലീനിയർ ഓൾജിബ്രയുടെ 4 ദിവസങ്ങളിൽ നമ്മൾ നോക്കേണ്ടത് മെട്രിസസ് നോക്കുമ്പോൾ മെട്രിസസ് അതിന്റെ ടൈപ്സ്, എന്തൊക്കെ ടൈപ്സ് ഉണ്ട്? ഐഡംപോട്ടൻ മെട്രിക്സ് ഉണ്ട്, സ്കെയിലാർ മെട്രിക്സ് ഉണ്ട്, ഡയഗണൽ മെട്രിക്സ് ഉണ്ട്, നിൽപോട്ടൻ മെട്രിക്സ് ഉണ്ട്. അതൊക്കെ എന്താണ്, അതിൻ്റെയൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ടാവുമല്ലോ, ഡെഫിനേഷൻ പഠിക്കുക. ദെൻ ഡിറ്റർമിനന്റ് എങ്ങനെ കണ്ടുപിടിക്കാം, അതുപോലെ തന്നെ റെഡ്യൂസ്ഡ് എങ്ങനെയാണ് റോ റിഡക്ഷൻ നടത്തുക മെട്രിക്സിനെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. അതൊക്കെ അനുസരിച്ചിട്ട് എങ്ങനെ റാങ്ക് കാൽക്കുലേറ്റ് ചെയ്യാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റാങ്ക്. നിങ്ങൾക്ക് റാങ്ക് കാൽക്കുലേറ്റ് ചെയ്യണം എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. നമുക്ക് പ്രോബ്ലംസ് ഒരുപാട് നമുക്ക് PYQs അവൈലബിൾ ആയിരിക്കും. സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നതിന്റെ ഡെഫിനേഷൻ, എങ്ങനെ കൺസിസ്റ്റൻസി വരും, എങ്ങനെ ഇൻകൺസിസ്റ്റൻസി വരും, യുണീക്കും ഇൻഫിനിറ്റും ഒക്കെ എങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ബാക്കിയുള്ള പ്രോബ്ലംസ് എല്ലാം നമുക്ക് PYQസിൽ നിന്ന് കിട്ടും. അതുപോലെ തന്നെ വെക്ടർ സ്പേസും സബ് സ്പേസും എന്താണ് എന്നുള്ള ഡെഫിനേഷൻ, ഇൻഡിപെൻഡൻസും ഡിപെൻഡൻസും വെക്ടേഴ്സിന്റെ നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളത്, ബേസിസ് എന്താണ്, അതിന്റെ ഡയമെൻഷൻ എന്താണ് എന്നുള്ളത് ഡെഫിനേഷൻ നോക്കിയിരുന്നാൽ മതി. പ്രോബ്ലംസ് നമുക്ക് ചെയ്ത് പഠിക്കാനായിട്ട് PYQസിൽ അവൈലബിൾ ആയിരിക്കും. സൊല്യൂഷൻ സ്പേസിന്റെ ഡയമെൻഷൻ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള ഫോർമുല ഒന്ന് നോക്കി വെക്കുക. അതുപോലെ തന്നെ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്താണ്, തന്നിരിക്കുന്നത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ലീനിയർ ട്രാൻസ്ഫോർമേഷന്റെ ഡെഫിനേഷൻ നോക്കിയിരുന്നാൽ മതി. അത് ചെക്ക് ചെയ്യേണ്ട മെത്തേഡ് നമുക്ക് പ്രോബ്ലം നമ്മുടെ PYQയിൽ അവൈലബിൾ ആവുമ്പോൾ നമുക്ക് അതനുസരിച്ചിട്ട് അപ്പൊ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. എന്താണ് നൾ സ്പേസും റേഞ്ചും, അതിന്റെ ഡയമെൻഷൻ, നള്ളിറ്റി, റാങ്ക് ഒക്കെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലും മിനിമൽ പോളിനോമിയലും എന്താണ്, അതെങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. നമ്മളൊരു പബ്ലിക് വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് മിനിമൽ പോളിനോമിയലിന്റെ ഒക്കെ, നമുക്കത് യൂസ് ചെയ്യായിരിക്കും ഏറ്റവും എളുപ്പം കേട്ടോ. കെയ്ലി ഹാമിൽട്ടൺ തിയറം നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് മിക്കവാറും വരും. അപ്പോൾ കെയ്ലി ഹാമിൽട്ടൺ തിയറം എന്താണെന്ന് ഡെഫിനേഷൻ നോക്കിയാൽ മതി. പ്രോബ്ലം വരുമ്പോൾ നമുക്ക് ആ ഒരു പ്രോബ്ലം പ്രാക്ടീസ് ചെയ്താൽ തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ കെയ്ലി ഹാമിൽട്ടൺ തിയറം എന്താണെന്ന്. സോ ഡയഗണലൈസേഷൻ വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും നോക്കണമെന്നില്ല. അതിന്റെ പ്രോബ്ലം വരുമ്പോൾ ആ പ്രോബ്ലത്തിൽ എങ്ങനെയാണ് ഡയഗണലൈസബിൾ, മിനിമൽ പോളിനോമിയലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പൊ അതെങ്ങനെയാണ് എന്നുള്ളത് ജസ്റ്റ് ആ പ്രോബ്ലം വരുമ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ തിയറിയിലേക്ക് നമ്മൾ പോവണ്ട. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ ലീനിയർ ഓൾജിബ്രയിൽ 4 ദിവസം കൊണ്ട് നോട്ട് ചെയ്ത് വെക്കാം. ദെൻ അടുത്തത് അബ്സ്ട്രാക്ട് ഓൾജിബ്രയാണ്. അബ്സ്ട്രാക്ട് ഓൾജിബ്രയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ റിസൾട്ടുകൾ നോട്ട് ചെയ്യാന്ന് പറയുന്നത് ഒരുപാട് റിസൾട്ടുകൾ ഉണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾ അതിന്റെ റിസൾട്ടുകളിലേക്ക് നിങ്ങൾ ആദ്യം പോവണ്ട. ഇവിടെ നമ്മൾ ചെയ്യുന്നത് 4 ദിവസം കൊണ്ട് എല്ലാത്തിൻ്റെയും ഡെഫിനീഷൻസും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എക്സാമ്പിൾ എങ്കിലും നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അതൊന്നും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് PYQസിൽ നിന്ന് നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യനും കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഓരോ ഫോർമുലകളും നിങ്ങൾക്ക് അപ്പം നോട്ട് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അങ്ങനെ കിട്ടുന്ന ഫോർമുലകളെല്ലാം നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നമുക്ക് അതേ പറ്റുള്ളൂ, കാരണം ഒരുപാട് റിസൾട്ടുകൾ ഇൻക്ലൂഡിങ് ആയിട്ടുള്ള ഒരു പേപ്പറാണ് അബ്സ്ട്രാക്ട്. അപ്പൊ ആദ്യം തന്നെ ഗ്രൂപ്പും അതിന്റെ പ്രോപ്പർട്ടീസും. ഓക്കെ, അപ്പൊ എന്താണ് ഗ്രൂപ്പ്, അപ്പൊ എന്താണ് അതിന്റെ പ്രോപ്പർട്ടീസ് വരിക എന്നുള്ള കാര്യങ്ങളെല്ലാം മാത്രം ഡെഫിനേഷൻസ് മാത്രം നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ അബീലിയൻ ഗ്രൂപ്പും സൈക്ലിക് ഗ്രൂപ്പും എന്താണ് എന്നുള്ളത് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നോട്ട് ചെയ്ത് വെക്കുക. എന്താണ് നോർമൽ ഗ്രൂപ്പ് എന്നുള്ളത് ഡെഫിനേഷൻ നോട്ട് ചെയ്യുക. എന്താണ് ലഗ്രാഞ്ചസ് തിയറം എന്ന് നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഹോമോമോർഫിസവും ഐസോമോർഫിസം എന്താണ് ഡെഫിനേഷൻ നോട്ട് ചെയ്യുക. സൈലോ തിയറംസ് 3 ഉണ്ട്, 3 ഡെഫിനേഷൻ നോട്ട് ചെയ്യുക. പറ്റിയാൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓരോ പ്രോബ്ലംസ് നോട്ട് ചെയ്യുക. ദെൻ റിംഗ് ആൻഡ് പ്രോപ്പർട്ടീസ്, റിംഗ് എന്താണ്, അതിന്റെ തിയറി, അതിന്റെ ഡെഫിനേഷൻ നോട്ട് ചെയ്യുക. അതിന്റെ പ്രോപ്പർട്ടീസ്, ഐഡിയൽ എന്താണ്, സീറോ ഡിവൈസേഴ്സ് എന്താണ്, ഇന്റഗ്രൽ ഡൊമൈൻ എന്താണ്, യൂണിറ്റ്സ്, യൂക്ലീഡിയൻ ഡൊമൈൻ എന്താണ്, ഫീൽഡ് എന്താണ്, റിഡ്യൂസിബിലിറ്റി ഇറഡ്യൂസിബിലിറ്റി എന്താണ്, സ്പ്ലിറ്റിംഗ് ഫീൽഡ് എന്താണ്. അപ്പൊ ഈ ലാസ്റ്റ്
ലാസ്റ്റത്തേക്കൊക്കെ പോകുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടി ഫീൽ ചെയ്തേക്കാം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യണേ അതിൻ്റെ ഡെഫിനേഷൻ ജസ്റ്റ് നോട്ട് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നമുക്ക് പ്രോബ്ലംസ് എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ പ്രോബ്ലംസ് നമുക്ക് റിവൈൻഡ് ചെയ്ത് അപ്പം നമുക്ക് ആലോചിച്ചെടുക്കാം. ഓക്കെ, ഇനി ഇതിനകത്തെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഓരോ പേപ്പറും ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിനും കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾക്ക് ഓരോ റിസൾട്ടുകൾ കിട്ടും. സോ റിസൾട്ടുകൾ ഒരുപാട് നിങ്ങൾക്ക് ഇതുപോലെ അവൈലബിൾ ആയിരിക്കും. സോ അങ്ങനെയുള്ള റിസൾട്ടുകളെല്ലാം നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അത് ഓരോ ഡെഫിനിഷൻസ് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന റിസൾട്ടുകളിലേക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ അബ്സ്ട്രാക്റ്റിൽ മെയിനായിട്ടും ചെയ്യേണ്ടത് ഡെഫിനിഷൻസും എക്സാമ്പിൾസും പഠിക്കുക എന്നുള്ളതാണ്. സോ അത് പ്രോപ്പറായിട്ട് ചെയ്യാം. ഫണ്ടമെന്റൽ കൺസെപ്റ്റ് ലാസ്റ്റ് പേപ്പറാണ്. ഫണ്ടമെന്റൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ +1 +2 ലെവലിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ് മെയിനായിട്ട് വരിക. നമുക്ക് ഒരുപാട് ഫോർമുലകൾ ഉണ്ട് ഇതിനകത്ത്. അപ്പം മെയിനായിട്ടും നിങ്ങൾ ആദ്യത്തെ 4 ദിവസം ഇത്രയും ഫോർമുലകൾ നോട്ട് ചെയ്ത് വയ്ക്കുക. പിന്നീട് PYQസിൽ എന്തൊക്കെയാണോ എക്സ്ട്രാ കാര്യങ്ങൾ വരുന്നത് കറസ്പോണ്ടിങ് ഫോർമുലകൾ നോട്ട് ചെയ്യുക. ഫോർമുലകളെല്ലാം ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനേ ഫണ്ടമെന്റൽ കൺസെപ്റ്റിൽ വരുള്ളൂ. കൂടുതൽ തിയറി കാര്യങ്ങളൊന്നും നമുക്കിവിടെ അറിയേണ്ടതില്ല. സെറ്റും അതിന്റെ പ്രോപ്പർട്ടീസ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് അതിന്റെ യൂണിയനും ഇന്റർസെക്ഷൻ അങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഓപ്പറേഷൻസ് ഒക്കെ അറിയില്ലാത്തത് അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. എന്താണ് കൗണ്ടബിൾ, അൺകൗണ്ടബിൾ, വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വലിയ വലിയ കാര്യങ്ങളൊന്നും വേണ്ട. കൗണ്ടബിൾ സെറ്റുകൾ ഏതൊക്കെയാണ്, അൺകൗണ്ടബിൾ സെറ്റുകൾ ഏതൊക്കെയാണ്, എങ്ങനെ നമുക്ക് ആ കൗണ്ടബിലിറ്റി അൺകൗണ്ടബിലിറ്റിയും വളരെ എളുപ്പത്തിൽ നാച്ചുറൽ നമ്പേഴ്സുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ആലോചിക്കാം. ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ മതി. റിലേഷൻസും ഫങ്ഷൻസും അതിന്റെ ടൈപ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. റിലേഷൻസിന്റെ ടൈപ്സ് നോക്കുക. റിഫ്ലെക്സീവോ, സിമെട്രിക്കോ, ആന്റിസിമെട്രിക്കോ, ട്രാൻസിറ്റീവോ, ഇക്വലൻസ് ആണോ, പാർഷ്യൽ ഓർഡറിംഗ് ആണോ, ഫങ്ഷൻസ് എന്തൊക്കെയുണ്ട്, 1 1 ഉണ്ട്, 1 2 ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. ദെൻ ഓരോന്നിൻ്റെയും ഡൊമൈന്, റേഞ്ച് നോക്കുക. ദെൻ ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെ നോക്കുക. പോളിനോമിയലും സീറോസും നോക്കുമ്പോൾ വേറെ ഒന്നും നോക്കണ്ട. ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സൊല്യൂഷൻസും ക്യൂബിക് ഇക്വേഷന്റെ സൊല്യൂഷൻസും റൂട്ട്സിന്റെ കുറച്ച് സമ്മ് പ്രൊഡക്റ്റിന്റെ ഒക്കെ പ്രോപ്പർട്ടീസ് ഉണ്ട്, അത് മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ദെൻ റിമൈൻഡർ തിയറം, ഫാക്ടർ തിയറം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറംസ് ആണ്. വളരെ സിമ്പിൾ 2 തിയറംസ് ആണ്. തിയറംസിന്റെ ഡെഫിനിഷൻ നോട്ട് ചെയ്ത് വയ്ക്കാം. ലൈൻസ് നോക്കുമ്പോൾ ലൈനിന്റെ സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കാം. ലൈനിന് പല ഇക്വേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് +2. സോ പല ഫോമുകളുണ്ട്. സ്ലോപ്പ് ഫോം, സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം, സ്ലോപ്പ് പോയിന്റ് ഫോം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ഫോമുകളും നോട്ട് ചെയ്ത് വെക്കുക. എന്തൊക്കെ തന്നാലാണ് നമുക്ക് ഒരു ലൈനിന്റെ ഇക്വേഷൻ കിട്ടാന്ന് അറിയണമല്ലോ. ഡയറക്ഷൻ റേഷ്യോസും ഡയറക്ഷൻ കൊസൈൻസും തമ്മിൽ എന്താണ് റിലേഷൻ, അത് എങ്ങനെ കണ്ടുപിടിക്കാം ഒരു സ്ട്രേറ്റ് ലൈൻ തന്നാൽ എന്നുള്ളത് നോക്കുക. നമുക്ക് പ്രോബ്ലംസ് അവൈലബിൾ ആണ്. ഒരു പ്രോബ്ലം കണ്ടാൽ നിങ്ങൾക്ക് ക്ലിയർ ആകാവുന്നേ ഉള്ളൂ. പ്ലെയിന്റെ ഇക്വേഷൻസ്, വെക്ടർ ഇക്വേഷൻ എന്താണ്, അതിനകത്ത് എന്തൊക്കെ സാധനങ്ങൾ തന്നിട്ടുണ്ട്, കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്താണ്, കാർട്ടീഷ്യൻ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ കിട്ടും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കാം. കോണിക് സെക്ഷൻസ്, പരാബോള, സർക്കിള്, ദെൻ ഹൈപ്പർബോള, എലിപ്സ്, അതിൻ്റെയൊക്കെ ഇക്വേഷൻസ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ടല്ലോ. ഡയറക്ട്രിക്സ് എന്താണ്, ഫോക്കസ് എന്താണ്, ലാറ്റസ് റെക്ടം എന്താണ്, അതിൻ്റെയൊക്കെ ഫോർമുലകൾ നോട്ട് ചെയ്ത് വെക്കുക. ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉണ്ട്. പ്ലെയിനും ലൈനും കണക്റ്റഡ് ആയിട്ട് ഉള്ള ഇക്വേഷൻസ് ഉണ്ട്. ആ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കോപ്ലനാരിറ്റിയുടെ ഡെഫിനിഷൻ നോട്ട് ചെയ്യുക. സ്ഫിയറിന്റെ ഇക്വേഷൻ നോട്ട് ചെയ്യുക. ദെൻ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് വരുമ്പോൾ അതിനകത്ത് ഇൻക്രീസിങ് ആണോ, ഡിക്രീസിങ് ആണോ, മാക്സിമം എന്താ, മിനിമം എന്താ, നമ്മൾ +2 പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ മാത്രം. ഫോർമുലാസ്, ഫസ്റ്റ് ഡെറിവേറ്റീവ് വെച്ച് യൂസ് ചെയ്യുന്ന കാര്യങ്ങളോ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളോ അത്രയും കാര്യങ്ങൾ മാത്രം നോട്ട് ചെയ്യുക. ഇന്റഗ്രേഷന്റെ ഫോർമുലകൾ നമ്മൾ +2 പഠിച്ചിരിക്കുന്ന എല്ലാ ഫോർമുലകളും ഒന്ന് നോട്ട് ചെയ്യുക. ഇന്റർസെക്ഷൻ മെയിനായിട്ടും ബൈ പാർട്സ് വെച്ചിട്ട് ചെയ്യാനോ അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് മോഡുലസിന്റെ ഇന്റഗ്രേഷൻ. അപ്പോൾ നമ്മൾ കൂടുതൽ പ്രോബ്ലംസിലേക്കൊന്നും പോകണ്ട, കാരണം ഇന്റഗ്രേഷൻ വളരെ ലെങ്തി ടോപ്പിക്കാണ്. അപ്പം നമുക്ക് കിട്ടുന്ന പ്രോബ്ലംസ്, PYQയിൽ കിട്ടുന്ന പ്രോബ്ലംസ് മാത്രം നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി. ഡെറിവേറ്റീവ് യൂസ് ചെയ്തിട്ട് സ്ലോപ്പ് കാണാൻ നമുക്കറിയാം. ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചത് സ്ലോപ്പിനോട് ഈക്വൽ ആണെന്ന് അറിയാം, അതൊന്ന് നോക്കാം. പ്രോബബിലിറ്റിയുടെ കുറേ കാര്യങ്ങളൊന്നും വേണ്ട. ഡെഫിനീഷൻ നോക്കുക, സാമ്പിൾ സ്പേസ് നോക്കുക, ദെൻ കണ്ടീഷണൽ പ്രോബബിലിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കുക, A യൂണിയൻ Bയുടെ പ്രോബബിലിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ മതി നമുക്ക്. പെർമിറ്റേഷൻ ആൻഡ് കോമ്പിനേഷന്റെ ജസ്റ്റ് ഡെഫിനേഷൻ ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫണ്ടമെന്റൽ കൺസെപ്റ്റിൽ നിന്ന് നോക്കി വയ്ക്കുക. ഓക്കെ, അപ്പം നമ്മുടെ 16 ദിവസമാണല്ലോ. 16 ദിവസം കംപ്ലീറ്റ് ആയി. 16 ദിവസം കൊണ്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ നോക്കി. ഇനി നമ്മൾ എന്താ ചെയ്യുക, ഓരോ PYQs എടുക്കുകയാണ്. ആദ്യം നമ്മൾ 16/121 2016 ജനുവരിയിലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കും. ഓരോ ക്വസ്റ്റ്യൻസ് നോക്കും. ഓക്കെ, അപ്പോൾ അത് എങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കണം എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് 2024 ജൂലൈയിൽ 24/7 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിരിക്കുന്നത്. അപ്പോൾ 24/7 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് നമ്മൾ എങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യുന്നു നോക്കാം. നമ്മൾ പഠിക്കുന്ന 4 പേപ്പറുകളെ നമ്മൾ എടുക്കുന്നുള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ഇഫ് ദ ലൈൻസ് x + 2/4 y - 2/3k z + 4/9
തന്നിട്ടുണ്ട് അല്ലേ. 2 ലൈൻസ് പാരലൽ ആണെങ്കിൽ വാല്യൂ ഓഫ് കെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഫണ്ടമെന്റൽ കൺസെപ്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ 2 ലൈൻസ് ഇത് ഇക്വേഷൻ ഓഫ് ലൈനുമായിട്ട് എന്താണ് ബന്ധം? ഓക്കെ, ഇത് ഈ ലൈനിന്റെ ഇക്വേഷനിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്? ഈ ലൈൻസ് പാരലൽ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് വേണം അല്ലെ. അത് യൂസ് ചെയ്തിട്ട് ഇപ്പൊ നമ്മൾ എഴുതി വെച്ചിരിക്കുന്നതിൽ അതുണ്ടോ എന്ന് നോക്കുക. പാരലൽ ലൈനിന്റെയും പെർപെൻഡിക്കുലർ ലൈനിന്റെയും കണ്ടീഷൻ എന്താണ്? പാരലൽ ലൈനിന്റെ സ്ലോപ്പുകൾ ഈക്വൽ ആണ്, പെർപെൻഡിക്കുലർ ലൈനിന്റെ സ്ലോപ്പുകൾ നെഗറ്റീവ് റെസിപ്രോക്കൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള കൺസെപ്റ്റുകൾ യൂസ് ചെയ്യുക. തന്നിരിക്കുന്നത് എന്തെല്ലാം കാര്യങ്ങളുണ്ട്, ഇത് എന്ത് കാർട്ടീഷ്യൻ ഫോം ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതിനുശേഷം ഇത് 3 ഡയമെൻഷനലിലെ ലൈനിന്റെ ഇക്വേഷൻ തന്നിരിക്കുന്നത്. അപ്പൊ അത് നോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അത് നോട്ട് ചെയ്യുക. ഈ പ്രോബ്ലം ഡീറ്റെയിൽ ആയിട്ട് സോൾവ് ചെയ്യുക. ഓക്കെ, അപ്പൊ അതിനകത്ത് കിട്ടുന്ന റിസൾട്ടുകൾ നമ്മൾ സെപ്പറേറ്റ് നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത് രണ്ടാമത്തത് എ ബി എന്ന് പറയുന്നത് 2 കോണിക്കുകളാണ്. 2 കോണിക്കുകളുടെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? കോണിക് സെക്ഷനുകളുടെ ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ ഒരു ax² + by² + എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. അങ്ങനെ ഒരു ഇക്വേഷൻ തന്നാൽ നമുക്ക് ആ കോണിക് സെക്ഷൻ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം എന്നുള്ളത് നമ്മൾ പഠിക്കുന്നുണ്ട് ഫോർമുല. സോ ആ ഫോർമുല എന്താണ് എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഫോർമുല നോട്ട് ചെയ്യുക, അല്ലെങ്കിൽ ആ ഫോർമുല നോക്കിയിട്ട് അതെങ്ങനെയാണ് ഇത് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് നോക്കുക. ദെൻ ഇക്വേഷൻ ഓഫ് പ്ലെയിൻ എന്താണെന്നുള്ളതാണ് നമ്മൾ ഓൾറെഡി നോട്ട് ചെയ്തിട്ടുണ്ടാവും. 3 പോയിന്റ്സ് ഉണ്ട്. 3 പോയിന്റ്സ് ഉള്ള പ്ലെയിൻ്റെ ഇക്വേഷൻ എന്താണ്? അപ്പൊ അങ്ങനെ നോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ കൂടി ഇത് എളുപ്പമുള്ളത് എന്താണ്? നമുക്ക് ഇതൊന്ന് വെരിഫൈ ചെയ്താലും മതി അല്ലേ. അപ്പൊ നമ്മുടെ മാത്സിനെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും എളുപ്പമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഓപ്ഷൻസ് വെരിഫൈ ചെയ്താൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ പ്ലെയിൻ എന്ന് പറയുന്നത് ഈ 3 പോയിന്റിലൂടെ പാസ് ചെയ്തിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അല്ലെ. സോ ഈ 3 പോയിന്റിലൂടെ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഇക്വേഷൻസ് എല്ലാം ഈ 3 പോയിന്റും സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് ആദ്യത്തെ ഇക്വേഷനിൽ എക്സിനും വൈക്കും സെഡിനും പകരം ഈ പോയിന്റും കൊടുത്താലും =0 കിട്ടണം. അങ്ങനെ ഏത് ഇക്വേഷൻ ആണോ ഈ 3 പോയിന്റും സാറ്റിസ്ഫൈ ചെയ്യുന്നത് അതായിരിക്കും ഇക്വേഷൻ ഓഫ് പ്ലെയിൻ. അപ്പൊ അത് നമുക്ക് വേറൊരു ട്രിക്കാണ് കേട്ടോ. അപ്പൊ നമുക്ക് നമ്മുടെ തിയറി അറിയില്ലെങ്കിൽ ആ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തത് സ്മോളസ്റ്റ് വാല്യൂ ഓഫ് ദ പോളിനോമിയൽ ആണ്. ഇതും ഫണ്ടമെന്റൽ കൺസെപ്റ്റിലെ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവിൽ നിന്നുള്ള മിനിമം വാല്യൂ കണ്ടുപിടിക്കാനാണ്. അപ്പൊ അതിന്റെ മെത്തേഡ് നമ്മൾ നോട്ട് ചെയ്തേക്കുന്ന ഡെഫിനേഷൻ അപ്ലൈ ചെയ്യാം. ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻക്രീസിംഗ് ഡിക്രീസിംഗ് ചെക്ക് ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിൽ നമ്മൾ അതിന്റെ മെത്തേഡ് നോട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിവിടെ അപ്ലൈ ചെയ്യുക. ദെൻ ലിമിറ്റ് കണ്ടുപിടിക്കാനാണ് x² = 1/x. x² എന്ന് പറയുന്നത് സ്ക്വയർ ഫംഗ്ഷൻ ആണ്, സ്പീഡ് കൂടുതലാണ്. 1/x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന്റെ അതായത് ഫസ്റ്റ് ഡിഗ്രി ആണ്, അതിന്റെ റെസിപ്രോക്കൽ ആണ്. x² സ്പീഡ് കുറവായിരിക്കും. സോ x 0 പോകുമ്പോൾ x² ആയിരിക്കും ആദ്യം 0 എത്താം. മൊത്തത്തിൽ ലിമിറ്റ് 0 ആയിരിക്കും. സോ ഈ കൺസെപ്റ്റ് ഒക്കെ അപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ ലിമിറ്റിന്റെ റിസൾട്ടുകൾ നോട്ട് ചെയ്ത് വെച്ചേക്കുന്നതിൽ ഇതുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ ഇതെങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള മെത്തേഡ് നോക്കിയിട്ട് അതിന്റെ മെത്തേഡ് എഴുതി വെക്കുക. ഓക്കെ, പ്രോബബിലിറ്റിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ദെൻ വളരെ എളുപ്പത്തിൽ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഒക്കെ അപ്ലൈ ചെയ്ത് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലം ആണ്. അപ്പോൾ ഡെഫിനേഷൻ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയിട്ട് കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ ഡെഫിനേഷൻ അറിയാമോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ദെൻ അടുത്തത് പെർമിറ്റേഷൻസ് ആൻഡ് കോമ്പിനേഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. 4 ഡിജിറ്റ് ഈവൻ നമ്പേഴ്സ് ഫോം ചെയ്യുന്നതിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ അടുത്തത് 9ാമത്തെ ക്വസ്റ്റ്യൻ സീരീസിൽ നിന്നുള്ളതാണ്. ഇത് ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആണ്. നെഗറ്റീവും പോസിറ്റീവും ഓൾട്ടർനേറ്റ് ആയിട്ട് വരുന്ന സീരീസ് ആണ്. സോ അതിന്റെ ലിബിനിറ്റ്സ് ടെസ്റ്റ് നോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നോട്ട് ചെയ്യുക. വളരെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റും. ദെൻ അടുത്തത് നമ്മുടെ സീക്വൻസ് ആൻഡ് സീരീസ് ഓഫ് ഫംഗ്ഷൻസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ പോയിന്റ് വൈസ് കൺവെർജൻസ് യൂണിഫോം കൺവെർജൻസ് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ തരുന്ന പ്രോബ്ലംസിന്റെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ ആ സെക്ഷൻ അങ്ങോട്ട് വിട്ടോളൂ. ആ ഒരു ക്വസ്റ്റ്യൻ വിടുന്നത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. അതുപോലെ തന്നെ റീമാൻ ഇന്റഗ്രബിലിറ്റി, ആ 2 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ലെങ്തി ടോപ്പിക്കാണ്. അപ്പൊ അത്രയും ലെങ്തി ടോപ്പിക്കുകൾ നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് കവർ ചെയ്ത് എടുക്കാൻ പറ്റണമെന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ടോപ്പിക് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അത് വിട്ടുകളയാം, അല്ലെങ്കിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ അതിന്റെ ആൻസർ എന്താണ്, അതിന്റെ മെത്തേഡ് എന്താണെന്ന് മാത്രം നിങ്ങൾക്ക് പഠിച്ചു പോകാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ അടുത്തത് കോംപ്ലക്സ് നമ്പേഴ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ഇമാജിനറി പാർട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു കോംപ്ലക്സ് നമ്പറിനെ ഇമാജിനറി പാർട്ട് കണ്ടുപിടിക്കാനായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റാഷണൽ ഫോമിൽ തന്നാൽ അതിന്റെ ഡിനോമിനേറ്ററിന്റെ കോഞ്ചുഗേറ്റ് വെച്ച് മേളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യണം. ആ ഒരു പ്രോസസ്സൊക്കെ വരും. അപ്പോൾ ഇതിന്റെ ക്വസ്റ്റിന്റെ ആൻസർ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കിട്ടും അതിന്റെ മെത്തേഡ് എന്താണെന്ന്. അപ്പോൾ ഇത് യൂഷ്വലി ഒരു മെത്തേഡാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ടാൻ ഇസഡിന്റെ ഇന്റഗ്രേഷൻ കണ്ടുപിടിക്കാനാണ്. നമ്മുടെ കോംപ്ലക്സ് ഇന്റഗ്രേഷന്റെ ഫോർമുലകൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും റെസിഡ്യൂ ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇന്റഗ്രേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത്. ദെൻ ഇത് ZW ഈ മാപ്പിംഗ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫംഗ്ഷൻ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇസഡിന് 1 കൊടുക്കുമ്പോൾ I കിട്ടണം, I കൊടുക്കുമ്പോൾ 0 കിട്ടണം, -1 കൊടുക്കുമ്പോൾ -I കിട്ടണം. ഏത് ഓപ്ഷനാണ് കിട്ടുക എന്നുള്ളത് ഓപ്ഷൻ വെരിഫൈ ചെയ്താലായിട്ട് മതിയാവും.
അടുത്തത് ഏതാണ് ട്രൂ എന്ന് ചോദിച്ചിരിക്കുന്നത്. ഒരു ഐസോമോർഫിക് കണ്ടീഷൻ ആണ് ആദ്യത്തെ പറഞ്ഞിരിക്കുന്നത്. ദെൻ എലമെന്റിന്റെ ഓർഡറിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ ഇൻഫിനിറ്റ് സൈക്ലിക് ഗ്രൂപ്പ് മേ ഹാവ് 3 ജനറേറ്റേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ ഓരോ റിസൾട്ടുകളും നോക്കുക. ഐസോമോർഫിസം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് രണ്ടും ഐസോമോർഫിക് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുമ്പോൾ അതിന്റെ റീസണിൽ നിന്ന് തന്നെ നമുക്ക് അവിടെ ഒരു റിസൾട്ട് അവൈലബിൾ ആവും. ദെൻ എലമെന്റിന്റെ ഓർഡർ നോക്കുമ്പോൾ Z4ലെ ഒരു എലമെന്റിന്റെ ഓർഡർ 3 ഉള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാ എലമെന്റ്സിന്റെ ഓർഡർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ അതൊക്കെ നമുക്ക് പല പല റിസൾട്ടുകളാണ് കിട്ടുന്നത്. ദെൻ സൈക്ലിക് ഗ്രൂപ്പിന്റെ ജനറേറ്റേഴ്സിനെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ജനറേറ്റർ എന്താണ് എന്നുള്ളതും ഇൻഫിനിറ്റ് സൈക്ലിക് ഗ്രൂപ്പിന് എക്സാമ്പിൾ എന്താണ് എന്നുള്ളതും ഒരു ജനറേറ്റർ ആണോ ഉണ്ടാവുള്ളൂ എന്നുള്ളതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇവിടെ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ, ഓരോന്നിനും ഓരോ റിസൾട്ടുകൾ കിട്ടും. ഇവിടെ നോക്കി, നമ്പർ ഓഫ് സബ് ഗ്രൂപ്പ് ഓഫ് എ സൈക്ലിക് ഗ്രൂപ്പ് ഓഫ് ഓർഡർ 2024. ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഫോർമുല നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പല ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ നമ്പർ ഓഫ് സൈക്ലിക് സബ് ഗ്രൂപ്പ്സ് ഓഫ് ഓർഡർ 20 ഇൻ Z100 Z25. ഇതിന്റെ തന്നെ വേറൊരു പ്രോബ്ലം ആണ്, വേറൊരു ടൈപ്പ് പ്രോബ്ലം ആണ് അല്ലെ. അപ്പൊ ഒരു ZM ക്രോസ് ZNല് നമ്പർ ഓഫ് സൈക്ലിക് ഗ്രൂപ്പ്സ് ഓഫ് ഓർഡർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്പെസിഫിക് ഓർഡർ തന്നു കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് ഇവിടെ പറയുന്നത് അല്ലെ. സോ നമുക്ക് അവിടെ നിന്ന് ഒരു ഫോർമുല കിട്ടുമല്ലോ. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെ PYQs നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലേ. ഇപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയി. നമ്മൾ പഠിക്കുന്ന സെക്ഷനിൽ നിന്ന് നമുക്കൊരു 10 13 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു ദിവസം വേണം. സോ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന് എടുത്തിരിക്കുന്നത് 4 ദിവസമാണ്. ഈ 4 ദിവസം എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമാണ് സോൾവ് ചെയ്യാനായിട്ട് കേട്ടോ. നമുക്കൊരു 50 ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ഈ 4 ദിവസം നമുക്ക് ആവശ്യമാണ്. അപ്പൊ ഇത്രയും കൺസെപ്റ്റുകൾ പഠിച്ച് നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് 4 ദിവസം എന്ന് പറയുന്നത് ആവശ്യമാണ്. എന്ന് വെച്ചിട്ട് നമുക്കിത് ടൈറ്റ് ആയിട്ട് വരുമൊന്നുമില്ല, നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് പഠിക്കാനുള്ള ഒരു ടൈം ഉണ്ടാവും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് 3 മാസം കൊണ്ട് സുഖമായിട്ട് 4 പേപ്പറുകൾ പഠിച്ച് തീർക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതും PYQs എങ്ങനെ നോക്കണം എന്നുള്ളതും PYQs നോക്കുമ്പോൾ എന്തെല്ലാം റിസൾട്ടുകൾ അവൈലബിൾ ആയിരിക്കും, എങ്ങനെ പഠിച്ചു തീർക്കാനായിട്ട് സാധിക്കും, എങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്യണം, സെപ്പറേറ്റ് നോട്ട് ചെയ്ത് വെക്കേണ്ടത് ലാസ്റ്റ് ടൈം റിവിഷനിലേക്ക് എങ്ങനെ നോട്ട് ചെയ്ത് വെക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യണം. നമുക്ക് കൂടുതൽ അറിയാവുന്ന ഡെഫിനീഷൻസ് അല്ലെങ്കിൽ നമുക്ക് കോൺഫിഡൻസ് ഉള്ള കാര്യങ്ങൾ നമുക്ക് ലാസ്റ്റ് ടൈം റിവിഷനിലോട്ട് മാറ്റി വെക്കേണ്ട. നമുക്ക് പെട്ടെന്ന് കിട്ടാത്ത കാര്യങ്ങൾ, ഇപ്പൊ ഇതൊന്നും പെട്ടെന്ന് കിട്ടണമെന്നില്ല അല്ലെ. സോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് നോട്ട് ചെയ്ത് വെക്കണം. നമുക്ക് എക്സാമിന് കയറുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ ഏതെല്ലാം കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, സോ 3 മാസം കൊണ്ട് നിങ്ങൾക്ക് ഷുവറായിട്ടും സെറ്റ് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും, നല്ല മാർക്കോടെ തന്നെ സാധിക്കും. സോ ഈ സ്റ്റഡി പ്ലാൻ നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.